നമുക്കൊരു വർഷം 40,000 രൂപ മാത്രമാണ് ആകെ വരുമാനം ലഭിക്കുന്നതെങ്കിൽ നമ്മൾ ആ പണം എങ്ങനെയായിരിക്കും ചെലവഴിക്കുന്നത്? അതിലെ ഓരോ രൂപയും നമ്മൾ എത്ര ശ്രദ്ധയോടെ ആയിരിക്കും ചെലവാക്കുന്നത്? അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അതിൽ നിന്ന് ഒരു രൂപ പോലും ചെലവാക്കില്ല അല്ലേ? പക്ഷെ ഇതിനേക്കാൾ വിലപ്പെട്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ. എന്നാൽ നമ്മൾ ഒരു ശ്രദ്ധയുമില്ലാതെ വെറുതെ പാഴാക്കി കളയുന്ന ഒരു വിലപ്പെട്ട വസ്തു. ഞാൻ ഈ 40,000 എന്ന് പറയുന്ന നമ്പർ ഇവിടെ എടുക്കാൻ ഒരു കാരണമുണ്ട്. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു നമ്പറാണത്. നമ്മുടെ ആകെ ജീവിതകാലത്ത് നമുക്ക് സ്വന്തമായി അങ്ങേയറ്റം പോയാൽ 40,000 വരെ മാത്രം ലഭിക്കാവുന്ന ഒരു വസ്തു. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ ലഭിക്കാവുന്ന ദിവസങ്ങളുടെ ഏകദേശം ഏറ്റവും കൂടിയ നമ്പറാണത്. ഏറ്റവും കൂടിയ എന്ന് ഞാൻ പറയാൻ കാരണം, അത്രയും ദിവസങ്ങൾ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ഏകദേശം 110 വയസ്സ് വരെയെങ്കിലും ജീവിക്കണം. അത്രയൊക്കെ ലഭിക്കുന്നത് വളരെ അപൂർവം പേർക്ക് മാത്രമാണ്. അതായത് പരമാവധിയാണ് ഈ 40,000. സാധാരണ ആളുകളുടെ ആയുസ് ഏകദേശം 20,000 മുതൽ 30,000 അല്ലെങ്കിൽ കൂടിപ്പോയാൽ 35,000 വരെ ദിവസങ്ങൾ മാത്രമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ജീവിതത്തിലെ ഓരോ ദിവസവും ഓരോ നിമിഷവും ഇത്രയും വിലപ്പെട്ടതാണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവിതം വെറുതെ പാഴാക്കി കളയാൻ തോന്നില്ല. ആപ്പിൾ കമ്പനിയുടെ സ്ഥാപകനായ സ്റ്റീവ് ജോബ്സ് പറഞ്ഞ വളരെ പ്രശസ്തമായ ഒരു വാചകമുണ്ട്: യുവർ ടൈം ഈസ് ലിമിറ്റഡ്, സോ ഡോണ്ട് വേസ്റ്റ് ഇറ്റ് ബൈ ലിവിങ് സംവൺ എൽസസ് ലൈഫ്. ഈ വാചകങ്ങളും അതിനോട് ചേർത്ത് അദ്ദേഹം പറഞ്ഞ പ്രസക്തമായ മറ്റു ചില വാചകങ്ങളും ഒന്ന് മലയാളത്തിലാക്കിയാൽ അത് ഏകദേശം ഇങ്ങനെയാണ്: നിങ്ങളുടെ സമയം പരിമിതമാണ്, അതുകൊണ്ട് മറ്റൊരാളുടെ ജീവിതം ജീവിച്ച് നിങ്ങൾ അത് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. മറ്റുള്ളവരുടെ ചിന്തയ്ക്കനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തെ തളച്ചിടാതിരിക്കുക. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും വരുന്ന ശബ്ദത്തെ ഇല്ലാതാക്കാൻ അനുവദിക്കരുത്. നിങ്ങളുടെ ഹൃദയവും മനസാക്ഷിയും പറയുന്നത് എന്താണോ അതിനെ പൂർണ്ണമായും പിന്തുടരുക. കാരണം അവയ്ക്കാണ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത് എന്ന് ശരിയായി അറിയാവുന്നത്. ബാക്കിയെല്ലാം രണ്ടാമതേ വരും. ഈ വാചകങ്ങളുടെ അർത്ഥം നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കിയാൽ പിന്നെ നമ്മൾ നമ്മുടെ ജീവിതം അനാവശ്യ കാര്യങ്ങളുടെ ഒന്നും പുറകെ പോയി വെറുതെ പാഴാക്കി കളയില്ല. നമ്മുടെ ജീവിതം നമ്മളൊന്ന് ശരിയായി വിലയിരുത്തിയാൽ നമ്മളെ മനസ്സിലാക്കാൻ യാതൊരു താല്പര്യവും ഇല്ലാത്തവരെ നമ്മൾ ആരാണ്, നമ്മൾ എന്താണ് അവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു മനസ്സിലാക്കാനും നമുക്ക് ഒരു വിലയും തരാത്ത ഇടങ്ങളിൽ നമ്മുടെ വില എന്താണ് എന്ന് ബോധ്യപ്പെടുത്താനും നമ്മളെ മനഃപൂർവ്വം ഉപദ്രവിക്കാനും വേദനിപ്പിക്കാനും ഒക്കെ ശ്രമിക്കുന്നവരെ കൊണ്ട് അവർ ചെയ്തത് തെറ്റാണ് എന്ന് അംഗീകരിപ്പിക്കാൻ ശ്രമിച്ചും ഇനി ഇതിനൊക്കെ ശ്രമിച്ച് അത് വിജയിച്ചില്ലെങ്കിൽ അത്തരം കാര്യങ്ങളുടെ പേരിൽ വിഷമിച്ചും കരഞ്ഞുമൊക്കെ നമ്മുടെ എത്ര സമയമാണ് നമ്മൾ വെറുതെ കളയുന്നത്? ഈ ലോകത്തിലെ പണവും പ്രശസ്തിയും അധികാരവും പദവിയും ഒന്നും അവസാനം നമ്മൾ കൂടെ കൊണ്ടുപോവില്ല എന്ന സത്യം ഓർക്കാതെ മറ്റുള്ളവരുടെ മുൻപിൽ വിലയും അംഗീകാരവും ഒക്കെ ലഭിക്കുമെന്ന് കരുതി നമുക്ക് യഥാർത്ഥത്തിൽ ഉള്ളതിനും അപ്പുറമുണ്ട് എന്ന് കാണിക്കാനായുള്ള കാര്യങ്ങൾ ചെയ്തു കൂട്ടാനായി എത്ര സമയമാണ് നമ്മൾ ചിലവാക്കുന്നത്? പക്ഷെ നമുക്ക് ഇത്രയും പരിമിതമായ ദിവസങ്ങൾ മാത്രമേ ഈ ഭൂമിയിലുള്ളൂ എന്ന സത്യം നമ്മൾ ശരിയായിട്ടൊന്ന് മനസ്സിലാക്കിയാൽ ഇതുപോലെയുള്ള അനാവശ്യ ഡ്രാമകളുടെ ഒന്നും പുറകെ പോയി നമ്മുടെ സമയം വെറുതെ കളയാൻ നമുക്ക് തോന്നില്ല. പകരം അതിൽ നിന്നൊക്കെ പൂർണ്ണമായും അകന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതിനെ മാത്രം ചേർത്ത് പിടിക്കാൻ നമ്മൾ ശ്രമിക്കും. എന്നാൽ ഇത് മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ നമ്മളിൽ പലരും മുകളിൽ പറഞ്ഞ തരം കാര്യങ്ങളിലൊക്കെ പെട്ട് യഥാർത്ഥത്തിൽ ജീവിക്കാൻ തന്നെ മറന്നുപോയിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ സ്വയം ഈ ഒരു ചോദ്യം ചോദിക്കുക: ഒരു പ്രയോജനവുമില്ലാത്ത ഇത്തരം കാര്യങ്ങളുടെയൊക്കെ പേരിൽ വെറുതെ പാഴാക്കി കളയാനുള്ളതാണോ എനിക്ക് ഈ ഭൂമിയിൽ ലഭിച്ചിരിക്കുന്ന ചെറിയ വിലപ്പെട്ട ജീവിതം? അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ വില എന്താണ് എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിന് ഒരു പ്രയോജനവും ഉണ്ടാക്കാത്ത, നമ്മുടെ സന്തോഷവും സമാധാനവും ആരോഗ്യവും ഒക്കെ ഇല്ലാതാക്കുക മാത്രം ചെയ്യുന്ന കാര്യങ്ങളെ ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പഠിക്കുക. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ചെറിയ ജീവിതത്തിന്റെ മൂല്യം എന്താണെന്ന് മനസ്സിലാക്കി നമുക്ക് യഥാർത്ഥത്തിൽ സന്തോഷവും സമാധാനവും നമ്മുടെ ജീവിതത്തിന് അർത്ഥവും ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തി അതിനുവേണ്ടി നമ്മുടെ വിലപ്പെട്ട സമയം ചിലവഴിക്കുക. നമ്മുടെ സ്നേഹത്തിനും കരുതലിനും യഥാർത്ഥത്തിൽ അർഹതപ്പെട്ടവരാരൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് അവരെ നമ്മുടെ ജീവിതത്തിലേക്ക് കൂടുതലായി ചേർത്ത് പിടിക്കുക. ഇതൊക്കെ ചെയ്താൽ നമുക്ക് ഈ ഭൂമിയിൽ ലഭിച്ച ദിവസങ്ങൾ നമ്മൾ ശരിയായി വിനിയോഗിച്ചു എന്നുള്ള ഒരു ആത്മസംതൃപ്തി നമുക്കുണ്ടാവും. ഇല്ലെങ്കിൽ ജീവിക്കേണ്ട രീതിയിലല്ല ഞാൻ ജീവിച്ചത്, എൻ്റെ ജീവിതം ഞാൻ ഒരു പ്രയോജനവും ഇല്ലാത്ത കാര്യങ്ങൾക്കായി പാഴാക്കി കളഞ്ഞു എന്നുള്ള കുറച്ച് കുറ്റബോധവും പശ്ചാത്താപവും മാത്രമായിരിക്കും അവസാനം നമ്മളോടൊപ്പം ഉണ്ടാവുക. ഈ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. ജീവിതം ഏറ്റവും ഫലപ്രദമാക്കി തീർക്കുക. എല്ലാവർക്കും വിജയാശംസകൾ. എല്ലാവരെയും ദൈവസമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.